ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. നെയ്മർ ജൂനിയർ FC ബാഴ്സലോണയിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. സാന്റോസുമായി 5 മാസത്തെ ഒരു കോൺട്രാക്റ്റ് മാത്രമാണ് നെയ്മർ ഒപ്പുവെച്ചിട്ടുള്ളത്. നെയ്മർക്ക് യൂറോപ്പിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് നെയ്മർ ബാഴ്സയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ട്രാൻസ്ഫർ റൂമറുകൾ പുറത്തുവിടുന്ന ഫിഷാജസ് നെറ്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ ഇതിനോടകം തന്നെ ബാഴ്സലോണയുമായി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ബാഴ്സയിലേക്ക് വരിക, ആ ഒരു ബാഴ്സയുടെ ജേഴ്സി വീണ്ടും അണിയുക എന്നുള്ളതാണ് നെയ്മറുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ഹാൻസി ഫ്ലിക്കിന്റെ നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ചില സൂചനകൾ ജോൺ ഫോണ്ടസ് എന്ന മാധ്യമ പ്രവർത്തകൻ നൽകിയിരുന്നു. അതായത് ഹാൻസി ഫ്ലിക്കിന് അത്ര വലിയ ഒരു താല്പര്യമൊന്നുമില്ല ഈ കാര്യത്തിൽ. നെയ്മറെ കൊണ്ടുവരുന്നതിൽ അങ്ങനെ വലിയ ഒരു താല്പര്യമൊന്നും ഇല്ലാത്ത പരിശീലകനാണ് ഹാൻസി ഫ്ലിക്ക് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ലാപോർട്ടയ്ക്ക് താല്പര്യമുള്ള ഒരു താരമാണ് നെയ്മർ ജൂനിയർ. ലാപോർട്ടയ്ക്ക് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, നെയ്മർ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, പരിക്കിന്റെ പ്രശ്നങ്ങളോ മറ്റോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, നല്ല ഫിറ്റ്നസ് വീണ്ടെടുത്ത ഒരു കണ്ടീഷനിലായിരിക്കണം നെയ്മർ ജൂനിയർ എന്ന ഒരു നിലപാടിലാണ് ലാപോർട്ട ഇപ്പോൾ ഉള്ളത്. നെയ്മർ മികച്ച പ്രകടനം ഇപ്പോൾ സാന്റോസിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്നാൽ പരിക്കുകൾ ഒന്നും പറ്റാതെ ഈ സീസൺ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അടുത്ത സമ്മർ ആവുമ്പോഴേക്കും ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറുക, എന്നിട്ട് ബാഴ്സയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഏതായാലും നെയ്മർക്ക് ബാഴ്സയിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഡിമായി കൊണ്ടും കാണാം.